പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഓവുലേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ കിറ്റ് ആണോ നല്ലത് അല്ലെങ്കിൽ ഫോളിക്കുലർ സ്റ്റഡി ആണോ നല്ലത് എന്നുള്ളത്. ഓവുലേഷൻ കിറ്റ് വെച്ചിട്ട് നമുക്ക് ഓവുലേഷൻ ഡേ മാത്രമേ മനസ്സിലാവുള്ളൂ. അതല്ലാതെ ആ ഓവത്തിൻ്റെ മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഫോളിക്കിൾസിൻ്റെ വലുപ്പമൊന്നും നമുക്ക് ആ കിറ്റിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു മെച്ചുവേർഡ് ഓവാണോ, ഒരു ക്വാളിറ്റി ഓവാണോ, അല്ലെങ്കിൽ ആ ഓവം റപ്ചറായി കറക്റ്റായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫോളിക്കുലർ സ്റ്റഡി. അപ്പോൾ എല്ലാ മാസവും ഈ ഫോളിക്കുലർ സ്റ്റഡി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ മന്തും ഫോളിക്കുലർ സ്റ്റഡി അവർക്ക് എടുക്കൽ മെൻ്റലി ഓക്കെ ആയിരിക്കില്ല, ഫിസിക്കലിയും ഓക്കെ ആയിരിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരിൽ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു സബ്സിക്യൂട്ടീവ് 3 months ഫോളിക്കുലർ സ്റ്റഡി എടുത്ത് നോക്കാം. അപ്പോൾ ഓക്കെ ആണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു 2 months ഒക്കെ ഓവുലേഷൻ കിറ്റ് മാത്രം വെച്ച് നോക്കാം. അതായത് ഫോളിക്കുലർ സ്റ്റഡിയിൽ നിങ്ങളുടെ ഓവത്തിന് മെച്യൂരിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഓവം ഒരു 20 cm ഒക്കെ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പിന്നുള്ള 2 സൈക്കിളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓവുലേഷൻ കിറ്റ് വെച്ചിട്ട് നോക്കാം. പിന്നെയും 3rd month മുതൽ ഒരു 1 month ഫോളിക്കുലർ സ്റ്റഡി ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ചില മാസങ്ങളിൽ ഓവുലേഷൻ കിറ്റും ചില മാസങ്ങളിൽ ഫോളിക്കുലർ സ്റ്റഡിയും ചെയ്ത് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ചില ആൾക്കാർക്ക് ഇതൊരു സംശയമുള്ളൊരു കാര്യമാണ്, ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യണോ ഫോളിക്കുലർ സ്റ്റഡി ആണോ ബെറ്റർ എന്നുള്ളത്. ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെയാണ്. പക്ഷെ പലർക്കും ഇതൊരു കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്.